ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഗാർഡനിലേക്ക് നോക്കുമ്പോൾ ഒരു അതിഥി വന്നു. വളരെ മനോഹരമായ അതിഥി. പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ നോളജ് ഇല്ലായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ജോക്കോട്ട് ഓടി വന്ന് ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. ഇത് നമ്മുടെ ജിക്കി, അവന്റെ ഡോഗ് ഓടി നടന്ന് അവനെ ചവിട്ടിയപ്പോൾ ഇത് കിട്ടിയതാണ് ഇതിനെ. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ജോക്കൂട്ടം പറയും. എടാ ജോക്കൂട്ടം, ഇത് എന്നതാടാ സാധനം? ഇത് ജുവൽ ബീറ്റിൽ. ഇത് ജുവൽ ബീറ്റിലാണ്. ഇത് ചെടിക്ക് ഹാംഫുൾ ആണ്. ഇത് കുറെ ഡ്രൈ വുഡിലാണ് കുറെ മാസങ്ങൾ ജീവിക്കുന്നത്. ഇത് ചെടീന്റെ റൂട്ടേല് കുഴിച്ചിട്ട് ചെടിക്ക് ഇത് ഹാംഫുള്ളാ. ചെടീനെ നശിപ്പിക്കരുത്. ഒത്തിരി കാലം ഇത് ഡ്രൈ വുഡ് ജീവിക്കും അല്ലേ? ഇത് എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? എന്തിനാ ഉപയോഗിക്കുന്ന? ജുവലറി പിന്നെ ആർട്ടിസ്റ്റ് വർക്ക് ഇങ്ങനെ ഇതൊക്കെ. അതായത് വർഷങ്ങൾ മുൻപ്, അതായത് സെഞ്ചുറീസ് എഗോ, ഈ നമ്മുടെ ഈ അവിടെ പണ്ട് ജീവിച്ചവര് ഇതിന്റെ വലിയ ഇത് അവരുടെ ജുവലറി ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇതിനെ വലിയ അഡൽട്ടിനെ അവർ ഭക്ഷിക്കാനും ഉപയോഗിച്ചിരുന്നതെന്നാണ്. വളരെ മനോഹരം. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുമാര് ഇതിന്റെ പല കളറുണ്ട്, അത് വെച്ച് അവർ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുമായിരുന്നു. ഇത് കണ്ടോ, ഇതെന്നെ രസം നോക്കിയേ. അപ്പൊ വേറെ എന്നാ നിനക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള? വേറെ ഓർണമെന്റ്സും ക്ലോത്ത്സ് ഡെക്കറേറ്റ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഡിസൈനിങ്ങിന് ഉപയോഗിക്കും അല്ലെ? ഡിസൈനിങ്. ഓക്കെ. അപ്പൊ നമ്മുടെ ബേബി ജുവൽ ബീഡ്സ് അല്ലെ? ഗോൾഡൻ ജുവൽ. ഇത് അതിഥിയായിട്ട് നമ്മുടെ വീട്ടിൽ വന്നു. ആ വിശേഷങ്ങൾ നിങ്ങളിപ്പം ഇതിന്റെ പേരൊന്നുകൂടെ പറഞ്ഞടാ. ഗോൾഡൻ ജുവൽ ബീഡ്സ്. എനിക്ക് അങ്ങോട്ട് നാക്കൊന്നും വഴങ്ങിയില്ല എന്നാണേലും. അപ്പോൾ നമുക്കിന്ന് നേരം വെളുത്തപ്പോൾ കിട്ടുന്ന അതിഥി, അതിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അവൻ അതിലും സന്തോഷമായിരുന്നു. അവൻ ഇതിനെ കുറിച്ച് പഠിച്ചിരിക്കുകയായിരുന്നു. ഏക്കാലം ഈ അതിഥിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചു. അപ്പോൾ ബൈ, സൈനിങ് ഓഫ്, ജയ്സൺ ആൻഡ് ജോ.